السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, മഴയുടെ ദൗർലഭ്യം ഒരുപാട് പ്രദേശങ്ങളിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കിണറും വെള്ളവും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷേ ഒരിറ്റ് ശുദ്ധജലം പോലും കിട്ടാതെ അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള പല സ്ഥലങ്ങളുമുണ്ട്. അത് ഈ ഒരു വേനൽക്കാലത്ത് കഠിനമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നമുക്ക് ഒരാളോടും പരാതി പറയാനില്ല. മഴ നൽകുന്ന നാഥനോട് മാത്രമേ മഴയ്ക്ക് വേണ്ടി നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മഴയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടും എന്ന ഉറപ്പോടുകൂടി തന്നെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമുക്ക് ലഭിക്കും എന്ന ഉറപ്പോടുകൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതല്ലാതെ ഒരു ചടങ്ങായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും ആ ചടങ്ങായിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കണക്കാക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ തന്റെ സമുദായത്തോട് പോയി പറയുകയാണ്, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഒരുപാട് പാപം ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടണം. നിങ്ങൾ പാപികളാണ്. നിങ്ങളെ കൊണ്ടായിരിക്കാം ഇവിടെ പ്രകൃതിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. മഴയുണ്ടാകാത്തത് നിങ്ങളെ കൊണ്ടായിരിക്കാം. നിങ്ങൾ പാപമോചനം തേടിയാൽ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, അതുപോലെ നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളെയും അല്ലാഹു നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് നല്ല ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും സമൃദ്ധമായി വെള്ളമൊഴുകുന്ന നദികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹു ഇവിടെ എടുത്തു കാണിച്ചത്. മറ്റാർക്കും തരാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങളാണ്. ഇത് ലഭിക്കണമെങ്കിൽ ഒരൊറ്റ ഉപാധി മാത്രമാണ് വെച്ചത്, ഇസ്തഗ്ഫിറു റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടണം. ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുന്നതിന് പ്രതിഫലമായിക്കൊണ്ട് സമ്മാനമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ തരും എന്ന് പറയുമ്പോൾ, ഇതില്ലാത്ത ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു മഴ തടഞ്ഞു വെക്കും, വെള്ളം തടഞ്ഞു വെക്കും. അതിൽ യാതൊരു സംശയവുമില്ല. സക്കാത്ത് കൊടുക്കാത്ത സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തടഞ്ഞു വെക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, വലൗലൽ ബഹാഇമ ലം തുംതിറു, ഇവിടെയുള്ള കന്നുകാലികളില്ലെങ്കിൽ നിങ്ങൾക്ക് മഴ കിട്ടുമായിരുന്നില്ല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെയുള്ള കന്നുകാലികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യം ആസ്വദിച്ചുകൊണ്ടാണ് സഹോദരന്മാരെ നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹ് അവർക്ക് കൊടുക്കുന്നതാണ്. ബുദ്ധിയില്ലാത്ത അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ആവശ്യമാണ്, ചോദിക്കാൻ അവർ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം നമ്മൾ വലിയ യോഗ്യന്മാരാണ് എന്ന് വിചാരിച്ച് അതിന്റെ ഓഹരി നിന്നും കുടിച്ചുമാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ വലിയ യോഗ്യന്മാരാണ് എന്ന് വിചാരിക്കേണ്ട. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മളെക്കുറിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം ഉണ്ട്, നമ്മുടെ നമസ്കാരം, നമ്മുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്, അതുകൊണ്ട് എന്ത് കിട്ടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് മഴ കിട്ടുന്നുണ്ട്, സുലഭമായിക്കൊണ്ട് മഴ കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? വലൗലൽ ബഹാഇം, കന്നുകാലികളില്ലായിരുന്നെങ്കിൽ ലം തുംതിറു, നിങ്ങൾക്ക് മഴ പോലും കിട്ടൂലായിരുന്നു. അപ്പൊ ചെറിയ ചെറിയ ജീവികളും അതുപോലെ തന്നെ കന്നുകാലികളും ബുദ്ധിയില്ലാത്ത ജീവിവർഗങ്ങളും ഒക്കെ അവർക്ക് വേണ്ടി കൊടുക്കുന്ന മഴയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മഴയ്ക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതുപോലെ വെള്ളം കുറച്ചുപയോഗിക്കുക. വെറുതെ വാരിക്കോരി ഉപയോഗിക്കുന്ന രീതി നമുക്കുണ്ടാകാൻ പാടില്ല. ധൂർത്ത് ഒഴിവാക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ധൂർത്തില്ലാതെ ജീവിക്കുവാനും അല്ലാഹു മഴ നൽകുന്നവർ റബ്ബാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. ഇവിടത്തെ ചൂട് അനുഭവിക്കുമ്പോൾ നരകത്തിലെ ചൂടിനെ കുറിച്ച് ചിന്തിക്കാനും നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കും.